സാർ, ഇസ്രയേൽ മൊസാദിൻ്റെ കേന്ദ്രത്തിന് നേരെ ഇറാൻ കുറച്ച് റോക്കറ്റ് ആക്രമണമൊക്കെ നടത്തി. അപ്പം അവർ അയൺ ഡോം ഒക്കെ വെച്ച് തടഞ്ഞു നമ്മൾ കേട്ടു. പക്ഷേ ഇറാൻ്റെ അയൺ ഡോം ഇത്തവണ ഇഫക്റ്റീവ് അല്ലായിരുന്നു. അത് ഞാൻ ചർച്ചയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അയൺ ഡോം ലഘുദൂര മിസൈലുകൾ, അതായത് ഹമാസ് അപ്പുറത്ത് നിന്ന് അയക്കുന്നില്ലേ, ആ മിസൈലുകളൊക്കെ തകർക്കാനുള്ളതാണ് ഈ അയൺ ഡോം. ഇത്തവണ ഈ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് ഇറാനിൽ നിന്ന് വരുന്നത് 2000, അത് ആരോ 1 and 2, അതാണ് ആരോ എന്ന് പറഞ്ഞ മിസൈല് ഇസ്രയേലും അമേരിക്കയും കൂടി സംയുക്തമായിട്ട് വികസിപ്പിച്ചത്. പിന്നെ അബ്രാം സ്ലിങ്, വേറെ മിസൈലുകൾ കൊണ്ടാണ് അതിനെയൊക്കെ തടുക്കുന്നത്. ശരി. അതിൽ തന്നെ ഈ ഇസ്രായേലിലെ മരുപ്രദേശത്തേക്ക് ലക്ഷ്യമാക്കിയിട്ട് ഇറാൻ മിസൈലൊക്കെ വിടുന്നുണ്ട്. ഈ മരുപ്രദേശത്ത് ലക്ഷ്യമാക്കുന്നത് എന്തിനാ? അവിടെ ജനവാസ കേന്ദ്രമൊന്നും അല്ലല്ലോ. അതെ, മരുപ്രദേശങ്ങളിൽ ഇറാൻ്റെ മിസൈൽ എന്തിനാണ് പോയതെന്ന് വെച്ചാൽ, നെഗേവ് മരുപ്രദേശത്താണ് ഇസ്രയേലിൻ്റെ ഡിമോന എന്ന് പറഞ്ഞ ആണവ കേന്ദ്രം. ഈ ഡിമോന എന്ന് പറഞ്ഞ ഇസ്രയേലിൻ്റെ ആണവ കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് മറ്റേ മിസൈലുകൾ കുറേ 150 മിസൈലുകളിൽ കുറേ അയച്ചത് എന്നാണ് പ്രതിരോധ ജേർണലുകളിലൊക്കെ കാണുന്നത്, ഡിഫൻസ് ജേർണൽസിലൊക്കെ കാണുന്നത്. അപ്പോൾ അതും വലിയ ഡാമേജ് ഒന്നും ഇല്ലാതെ അവ നിർവീര്യമാക്കി എന്നാണ് റിപ്പോർട്ടുകളിൽ. അതായത് ഈ ആണവ കേന്ദ്രത്തിന്, ഡിമോന ആണവ കേന്ദ്രത്തിൽ വന്ന് ഇറാൻ്റെ മിസൈലൊന്നും പതിച്ചില്ല. പക്ഷെ അത് കേന്ദ്രമാക്കിയിട്ടാണ് ഈ നെഗേവ് മരുഭൂമിയിലേക്കുള്ള ഈ മിസൈലുകളൊക്കെ ഇറാൻ അയച്ചത്. അപ്പോൾ ഇറാൻ അത് ലക്ഷ്യം വെച്ചിരുന്നു അല്ലേ? വെച്ചിരുന്നു. അപ്പോൾ ഇറാൻ്റെ ആണവ നിലയങ്ങൾ ഇനി ഇസ്രയേൽ ലക്ഷ്യം വെച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇത് ഈ ചർച്ചകളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. മുമ്പും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഇസ്രയേൽ. അത് കാരണം ഇറാൻ ഒരു കാരണവശാലും ഒരു ആണവ ശക്തി ആകരുത് എന്നുള്ള കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുണ്ട് ഇസ്രയേലിന്. ഈ ഡിമോന എന്ന് പറഞ്ഞ ആണവ നിലയം ഇസ്രയേൽ 1988 ആണ് പണി തുടങ്ങിയത്. 1958 ആണ് പണി തുടങ്ങിയത്. അമേരിക്ക ഇത് അറിഞ്ഞിരുന്നില്ല. 1960 ഡിസംബറിലാണ് അമേരിക്ക ഏതാണ്ട് പണിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴാണ് വിവരം അറിയുന്നത്. അത് അറിയാനുള്ള കാര്യം ആകസ്മികമായിരുന്നു. മിഷിഗൺ സർവകലാശാലയിലെ ഒരു പ്രൊഫസർ ഹെൻറി ഗുംബർഗ് അവിടെ ചെന്നിരുന്നു. അദ്ദേഹം അവിടുത്തെ ഇസ്രയേൽ ആറ്റമിക് എനർജി കമ്മീഷൻ്റെ ഒരു ആതിഥ്യം സ്വീകരിച്ച് സന്ദർശകനായിട്ട് അങ്ങോട്ട് പോയതാണ്. അവിടുത്തെ ആണവ സ്ട്രക്ചേഴ്സിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വിവരമായിരുന്നു ഈ ഡിമോനയിൽ ഇസ്രയേലിനൊരു ആണവ നിലയമുണ്ട് എന്നുള്ളത്. അദ്ദേഹം പാരീസിൽ രാജ്യാന്തര ആണവ കമ്മീഷനെ അറിയിച്ചു, അമേരിക്കൻ സർക്കാരിനെ അറിയിച്ചു, CIA-യൊക്കെ അറിയിച്ചു. അത് കഴിഞ്ഞ് അവർ വലിയ അന്വേഷണങ്ങളൊക്കെ നടത്തി. കെന്നഡി പ്രസിഡൻ്റായി അധികം താമസിയാതെ അദ്ദേഹത്തിന് 17 പേജുള്ള ഒരു റിപ്പോർട്ട് ഈ ആണവ നിലയത്തിനെ പറ്റി കൊടുത്തിരുന്നു. അന്വേഷണത്തിൽ ശരിയാണെന്നൊക്കെ കണ്ടെത്തിയിട്ട്. അപ്പോൾ ഈ ഒക്ടോബർ 1-ാം തീയതി ഇറാൻ അയച്ച ബാലിസ്റ്റിക് മിസൈലുകളിൽ, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളിൽ അവ ലക്ഷ്യം വെച്ചത്, അവയിൽ ഒരു വലിയ ഭാഗം ലക്ഷ്യം വെച്ചത് ഡിമോന ആണവ നിലയത്തിനെ ആണെന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ. അല്ലാതെ മരുപ്രദേശങ്ങളിലേക്ക് കൃത്യതയുള്ള മിസൈലുകളാണല്ലോ. എന്തിനാണ് വെറുതെ ആളുകൾ ജീവിക്കാത്ത മരുപ്രദേശങ്ങളിൽ പോയെന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഈ ഉത്തരം വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. വലിയ ഡാമേജ് വന്നില്ല. അപ്പോൾ ഈ സോറക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആണവ നിലയം ഇസ്രയേലിന് ഉണ്ട് എന്നുള്ളത് 1958 അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു. പക്ഷെ അവിടെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഈ ആണവ റിയാക്ടറുകൾ കൊണ്ട് 2 ഗുണമുണ്ടല്ലോ. ഒന്ന് ബോംബ്, മറ്റേതാണെങ്കിൽ ഈ ഊർജ നിലയങ്ങൾക്കുമൊക്കെ അത് ഉപയോഗിക്കാം. അപ്പോൾ സമാധാനപരമായ കാര്യങ്ങൾക്ക് സോറക് ആണവ നിലയം അവർക്കുള്ളതായിട്ട് നേരത്തെ ലോകത്തിന് വിവരമുണ്ട്. അത് പൽമേച്ചി, യാവിനെ തുടങ്ങിയ മേഖലകളിലാണ് ഈ സോറക് എന്ന് പറഞ്ഞ ആണവ നിലയമുള്ളത്. ന്യൂക്ലിയർ റിസർച്ച് സെൻറ്റർ എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. പക്ഷേ ഡിമോന, നെഗവ് മരുഭൂമിയിലെ ഡിമോന,
അതിൻ്റെ പേര് ഷിമോൺ പെരസ് ന്യൂക്ലിയർ സെൻറ്റർ എന്നാണ്. പഴയ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് ഷിമോൺ പെരസ്. അതിന് മുമ്പ് ഇസ്രയേൽ ന്യൂക്ലിയർ റിസർച്ച് സെൻറ്റർ എന്ന് മാത്രമായിരുന്നു അതിൻ്റെ പേര്. ഷിമോൺ പെരസിൻ്റെ മരണശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിട്ടത്. ഇപ്പോൾ ഡിമോന നഗരത്തിൽ നിന്ന്, ഈ മരുപ്രദേശത്ത് നഗരത്തിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയാണ് ഈ ഡിമോന ആണവ കേന്ദ്രം. 1967 തന്നെ ആണവ ബോംബ് ഇസ്രയേലിൻ്റെ കയ്യിൽ ഉണ്ട് എന്നാണ് കണക്ക് കൂട്ടുന്നത്. അതായത് ഈ യോം കിപ്പർ വാറിനൊക്കെ മുമ്പ് തന്നെ 1967 യുദ്ധം ഉണ്ടല്ലോ, അതിനും മുമ്പ് ഈജിപ്തും സിറിയയും കൂടി ആക്രമിക്കുന്ന ആ യുദ്ധത്തിന് മുമ്പ് അപ്പം തന്നെയാണ് ബോംബ് കയ്യിലുണ്ട് എന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. 400ഓളം പലതരത്തിൽ ഹൈഡ്രജൻ ബോംബ് തുടങ്ങി ആണവ ബോംബുകൾ 400ഓളം കയ്യിലുണ്ട്. അത് 90 മുതൽ 400 വരെ എന്ന് പല കണക്കുകളിലും കാണാം. 1965 ഈ മിഷിഗൻ പ്രൊഫസർ പോയി വിവരമൊക്കെ കൊടുത്തല്ലോ. അത് കഴിഞ്ഞ് 1965 അമേരിക്കയുടെ പരിശോധനയ്ക്ക് ഈ ആണവ കേന്ദ്രം തുറന്നു കൊടുത്തു. അത് രഹസ്യമാക്കി വെക്കാൻ പാടില്ലല്ലോ ഇങ്ങനത്തെ സംഗതികൾ. തുറന്നു കൊടുത്തു. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ മുകളിൽ കൂടി അതിൻ്റെ എയർ സ്പേസ് ഉണ്ടല്ലോ, ഡിമോണ ആണവ നിലയത്തിൻ്റെ മുകളിൽ കൂടി ഒരു വിമാനവും പറന്നുകൂടാ, ആ എയർ സ്പേസ് ഫ്രീ ആയിരിക്കണം എന്നൊരു നിയമം ഉള്ളതായിട്ട് ആ സമയത്ത് കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിനു മുമ്പ് ഞാനൊരു 6 ദിവസത്തെ യുദ്ധം പറയുന്നുണ്ടല്ലോ 67 6 days വാർ. ഗൾഫ് രാജ്യം ആ സമയത്ത് ഇസ്രയേലി സേന, ഇസ്രയേൽ വ്യോമസേനയുടെ തന്നെ ഒരു വിമാനം വെടിവെച്ചിട്ടിരുന്നു. ഇതിൻ്റെ മുകളിൽ കൂടി പോയതുകൊണ്ട്. അതിൻ്റെ മുകളിൽ കൂടി പോകാൻ പാടില്ലല്ലോ. അപ്പോൾ സ്വന്തം വിമാനം തന്നെ വെടിവെച്ചിടുന്നൊരു സംഭവം ആ കാലത്ത് ഉണ്ടായി. അത് ദസോൾട്ട് ഓർഗൻ എന്ന് പറഞ്ഞ ഫ്രഞ്ച് വിമാനം ആണ്, ഫ്രാൻസ് വിറ്റ വിമാനമാണ് വെടിവെച്ചിട്ടത്. ഇതിൻ്റെ മുകളിൽ പറന്നു എന്നുള്ള, അതായത് അവിടുത്തെ തന്നെ നിയമം ലംഘിച്ചു, അതുകൊണ്ട് ചെയ്തതാണ്. അന്ന് ഈ ഗോംബർഗ് എന്ന് പറഞ്ഞ ആൾ വന്നല്ലോ, മിഷിഗൻ യൂണിവേഴ്സിറ്റി പ്രൊഫസർ. അയാൾ വന്നിട്ട് അന്ന് ഇസ്രയേലിലെ അമേരിക്കൻ സ്ഥാനപതി ഓഗ്ഡൻ റെയ്ഡനോട് ഈ വിവരം പറഞ്ഞിരുന്നു. ഇങ്ങനൊരു സംഗതി ഉണ്ട് കേട്ടോ, ഞാൻ എൻ്റെ ഈ സന്ദർശനത്തിൽ അത് കണ്ടെത്തി എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം പാരീസിലെ ആറ്റമിക് എനർജി കമ്മീഷനോടും ഈ വിവരം പറഞ്ഞു. പക്ഷെ ആഗോള സമ്മർദ്ദമൊന്നും അന്ന് ഇസ്രയേലിൻ്റെ മുകളിൽ വന്നില്ല. പ്രത്യേകിച്ച് അമേരിക്ക ഇസ്രയേലിൻ്റെ കൂടെയാണല്ലോ. അതുകൊണ്ട് അമേരിക്ക അത് ഒരു വലിയ പ്രശ്നമാക്കി അന്ന് എടുത്തില്ല. ഈ 17 പേജ് റിപ്പോർട്ട് കെന്നഡിക്ക് കൊടുത്തു. കെന്നഡി അതിലും വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇപ്പോൾ 2024 ഈ കൊല്ലത്തെ സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിപ്രി, ആ സിപ്രിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡിമോണ ആണവ നിലയത്തിൻ്റെ അപ്ഗ്രഡേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പഴയ റിയാക്ടറൊക്കെ അല്ലേ. അപ്പോൾ പഴയ റിയാക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി റിസ്ക് ഉണ്ട്. അപ്പോൾ അവിടെ പരിഷ്കരിക്കുന്ന പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഉപഗ്രഹ ചിത്രങ്ങളിലൊക്കെ കാണുന്നതായിട്ടാണ് പറയുന്നത്. ഇസ്രയേലി അണുബോംബിൻ്റെ കാര്യമൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അവർ സ്ഥിരീകരിക്കാനും പോകുന്നില്ല. ഞങ്ങൾക്ക് ഇത്രയുണ്ട് എന്നൊന്നും പറഞ്ഞാൽ ആരും നടക്കാറില്ല ഇത്തരം കാര്യങ്ങളിൽ. മിഡിൽ ഈസ്റ്റിൽ ആദ്യം തന്നെ ആണവ ശക്തിയായ രാജ്യമാണ് ഇസ്രയേൽ. 1973 യോം കിപ്പർ സമയത്തൊക്കെ അണുബോംബ് കയ്യിലുണ്ട്. 2023 നവംബറിൽ, അതായത് ഒക്ടോബർ 7 ഹമാസ് ആക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ നവംബറിൽ, ഈ 2023 നവംബറിൽ തന്നെ അവിടുത്തെ തീവ്ര വലതുപക്ഷത്തിൻ്റെ ആളാണ് പൈതൃക മന്ത്രി, ഹെറിറ്റേജ് മിനിസ്റ്റർ. അദ്ദേഹം പറഞ്ഞിരുന്നു നമ്മുടെ ആണവ ബോംബെല്ലാം കൂടി ആ ഹമാസിൻ്റെ തലയ്ക്ക് മുകളിൽ കൊണ്ടുപോയി വർഷിക്കണം എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഇനി ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതുപോലെ അമിത്ഷായ് എലിയാച്ച, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആണവ ബോംബെല്ലാം കൂടി ഹമാസിൻ്റെ ഗാസയിൽ വെതറുക എന്ന് പറഞ്ഞു അദ്ദേഹം. ലിക്വിഡ് പാർട്ടിയുടെ MP ടാലി ഗോട്ട്ലീവ് അങ്ങേരും പറഞ്ഞു ഏതാണ്ട് ഇതേ അഭിപ്രായം, നമുക്ക് അവിടെ കൊണ്ടുപോയി ഒരു അണുബോംബിട്ട് എല്ലാത്തിനെയും നശിപ്പിക്കണം എന്ന്.
അപ്പോൾ ഈ അവരുടെ കയ്യിലുള്ള ഈ ആണവ ബോംബുകളൊക്കെ ഫൈറ്റർ ജെറ്റുകൾ, അന്തർവാഹിനികൾ, പിന്നെ ജെറിക്കോ മിസൈലുകൾ, സർഫസ് ടു സർഫസ് മിസൈൽ, കരയിൽ നിന്ന് കരയിലെ ലക്ഷ്യത്തിലേക്കുള്ള, അങ്ങനെ കൊണ്ടിടാവുന്നതാണ് അവരുടെ കയ്യിലുള്ളതൊക്കെ. അപ്പോൾ ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണം എസ്ഡോട്ട് മിച്ച എന്ന് പറഞ്ഞ വ്യോമതാവളത്തിൽ അപകടം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അത് വെറുതെ ഒന്നും അല്ലായിരുന്നു അന്നത്തെ ആക്രമണം, ഒരു വ്യോമതാവളത്തിൽ. ഇപ്പം ഇറാൻ അവകാശപ്പെടുന്നുണ്ട് ഇപ്പം നടന്ന 150 മിസൈൽ ആക്രമണത്തിൽ 20 F-35 വിമാനം, യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിൻ്റെ തകർന്നു എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇസ്രയേൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ജെറിക്കോ മറ്റേ മിസൈലുകൾ ഇതും ഉപയോഗിക്കാം, ഈ ആണവ ബോംബുകൾ കൊണ്ടിടാൻ. ഈ ആണവ നിലയം സ്ഥാപിക്കാനായിട്ട് ഫ്രാൻസിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട് ഇസ്രയേലിന് ആ കാലത്ത്. അതിൻ്റെ റിയാക്ടർ ടാങ്ക് എന്ന് പറയുന്നത് ഫ്രാൻസിൽ നിന്ന് വന്നതാണ്. പക്ഷേ അന്ന് കസ്റ്റംസിലൊക്കെ പറഞ്ഞത് ഇസ്രയേൽ ഇത് ഡീസലൈനേഷൻ, ഈ കടൽ വെള്ളത്തിലെ ഉപ്പ് മാറ്റുന്ന പരിപാടി, ഡീസലൈനേഷൻ പ്ലാന്റിന് വേണ്ടിയിട്ടാണ് ഈ ടാങ്ക് എന്ന് പറഞ്ഞിരുന്നു അന്ന്. റിയാക്ടർ ടാങ്ക് ഇതിനു വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നില്ല. ഷിമോൺ പെരസിൻ്റെ ആത്മകഥയിൽ ഇത് പറയുന്നുണ്ട്. ഈ ആണവ നിലയത്തിന് വേണ്ടി പണം പിരിച്ച കാര്യം പറയുന്നുണ്ട്. ഞാനും ബെൻഗൂറിയനും കൂടി, ഡേവിഡ് ബെൻഗൂറിയനാണ് രാഷ്ട്രപിതാവായിട്ട് കരുതുന്നത്, അദ്ദേഹം കൂടി ഞങ്ങൾ 400 മില്യൺ, അതായത് ഈ ആണവ നിലയത്തിന് ചെലവ് വരുന്നതിൻ്റെ പകുതി, $400 മില്യൺ ഈ ലോകമാകെയുള്ള ജൂതന്മാരിൽ നിന്ന് സംഭരിച്ചു എന്ന് അദ്ദേഹം ആത്മകഥയിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ആണവ നിലയം ഉണ്ട് എന്ന് ഡിമോണയിൽ എന്നുള്ള സമ്മതം കൂടി അതിൽ വന്നു. അത് വന്നു. റിയാക്ടറിൻ്റെ പകുതി തുക എന്ന് പറഞ്ഞു. അപ്പോൾ റിയാക്ടറിന് ചിലവ് ഏതാണ്ട് $1 ബില്യൺ വന്നിട്ടുണ്ടാവും എന്നർത്ഥം. അത്രയും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ഡിമോണ എന്ന് പറഞ്ഞ ആണവ നിലയത്തിൻ്റെ കഥ. അത് നെഗേവ് മരുഭൂമിയിലാണ്. അതുകൊണ്ടാണ് ഇറാൻ്റെ മിസൈലുകൾ മരുഭൂമിയിലേക്ക് പോകുന്നത്. അത് വഴിതെറ്റി മരുഭൂമി ചെന്ന് ഇവിടെ എവിടെയെങ്കിലും ഒരു മരുപ്പച്ച ഉണ്ടോ വെള്ളം കുടിക്കാനൊന്നും നോക്കുന്നതല്ല. അപ്പോൾ ഈ ഇസ്രയേൽ ഇനി ഇറാനെ തിരിച്ചടിച്ചാലും ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ഈ മരുഭൂമിയിലേക്ക് ആക്രമണം നടത്താൻ. അപ്പോൾ മരുഭൂമിയിലേക്ക് മിസൈൽ പോകുമ്പോൾ നമ്മൾ ഓർക്കണം, അത് ഡിമോണ ആണവ നിലയം ലക്ഷ്യമാക്കിയാണ് പോകുന്നത് എന്ന് ഓർക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.